എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ആവണീസിലേക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മാരെയും കുറച്ച് തണുപ്പുമായിട്ട് നമ്മുടെ വീണ്ടും ഒരു പ്രഭാതം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ രാവിലെ തന്നെ നമ്മൾ അടുപ്പിലേക്ക് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ കത്തിച്ചിട്ട് പിന്നെ ഈ ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പുറത്തുള്ള തണുപ്പ് ഒരു പരിധി നമുക്ക് കുറയ്ക്കിടും. കാരണം നന്നായിട്ട് തീ കത്തിക്കുന്ന ഈ ഒരു ഭാഗം ഫുള്ള് ഒരു ചുട്ട് കഴിച്ച് നമുക്ക് ഇങ്ങനെ തീ കായാലൊക്കെ ഒരു അടിപൊളിയാണ്. കാരണം ഇവിടെ ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അത് രാവിലെ ഞാൻ കുടിക്കാനുള്ള വെള്ളമായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് മണിക്ക് ചേർമാനൊക്കെ എടുക്കുക. കുടിക്കാനുള്ള വെള്ളം ഏകദേശം തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ വെള്ളം കുടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചോറ് വയ്ക്കാൻ വേണ്ടത് ചോറ് വയ്ക്കണം. എന്നതാ നമ്മൾ ചായ കുടിച്ചിട്ട് രാവിലെ തന്നെ. കാരണം ഈ തണുപ്പിൽ ഒരു ചായ രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഒരു ചൂട് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു എനർജി തന്നെയാണ്. നമ്മൾ ചായ കുടി കഴിക്കും. കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമ്മൾ അടുത്തുള്ള കലം വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് വയ്ക്കാനുള്ള കലാണ്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടാട്ടതിന് ശേഷം നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിടാറുണ്ട്. ഈ വെള്ളം പകുതി തുറന്ന് വയ്ക്കണം. കാരണം നമ്മൾ വെള്ളമൊക്കെ ഇപ്പോൾ നമ്മൾ ചൂടാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ എന്താ വെള്ളം തിളക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അരിയിടാറുണ്ട്. അരിയൊക്കെ ഒന്ന് കഴുകാണ്ട് അതിന് മുന്നായിട്ട് നമുക്ക് ഇത് തോരൻ വെക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ബീട്രൂട്ടാണ്. നല്ല ഫ്രഷ് ബീട്രൂട്ടാണ്. എന്താ ബീട്രൂട്ട്, സവോള, പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിരുന്നു തോലൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിയാ കേട്ടോ. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ചൂട് ആറുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് തോലൊക്കെ പെട്ടെന്ന് ചെത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ചില സമയത്തൊക്കെ വാടിയതൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ തോല് കളഞ്ഞെടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും കേട്ടോ. കാരണം വാടിയിട്ട് നമ്മൾ പിടിക്കുമ്പോഴത്തേനും വേറെ സൈഡിലേക്കൊക്കെ നീങ്ങിപ്പോവും. നമ്മുടെ ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ട് അത്യാവശ്യം സൈസുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല തോരൊക്കെ കണ്ട് നല്ല അടിപൊളി തന്നെ കഴുകി എടുത്തിട്ടാണ് നമുക്ക് ഈ സംഭവത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് നമുക്ക് എന്തായാലും നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പരിപാടി കൂടി തീരും. നമ്മുടെ ബീറ്റ്റൂട്ട് ഇവിടെ നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സവോള ആയിട്ട് ഞാൻ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഏതാ നമ്മുടെ പച്ചമുളകും കൂടി കീറിയിട്ട് നമ്മുടെ തോരൻ വെക്കാനുള്ള സംഭവങ്ങൾ സെറ്റാക്കിയിട്ട് നമുക്ക് തേങ്ങ ചുരവായിട്ടുള്ളത് അത് നമുക്ക് വലിയ ചുരവ. അതേപോലെ നമ്മുടെ വെള്ളം നമ്മുടെ കഞ്ഞിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് അരിമൊക്കെ വരുന്നുണ്ട്. തിളച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ചോറിന് വെച്ചിട്ടുള്ള വെള്ളത്തിൽ എന്തായാലും അരി ഒന്ന് കഴുകിയെടുത്തേ. ഇത് നമുക്ക് വളരെ കുറച്ച് ചോറ് മതി. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് 2-3 വട്ടം പച്ചമതി കഴുകിയതിന് ശേഷം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് പുറത്തൊന്നും പോകാതെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. തീ നോക്കി നല്ല രക്ഷയില്ലാട്ടോ. നന്നായിട്ട് കത്തുന്നുണ്ട്. നമ്മുടെ മണ്ട പോയ കവുങ്ങളൊക്കെ ഇടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ പിന്നെ നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി പൊളിച്ച് ഇതേപോലെ വിറകായിട്ട് ഇടുന്ന ഉപയോഗിക്കാൻ നന്നായിട്ട് തീ കത്തിട്ട് തുടങ്ങിക്കഴിഞ്ഞത്. ഇപ്പം ഞാൻ അതാണ് കൂടുതലും വെച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ ബാക്കിയുള്ള അരിഞ്ഞിട്ട് നന്നായിട്ട് വെട്ടി കൊടുക്കട്ടെ. എന്നാൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളം കുറവാണെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തീയൊക്കെ ഒന്ന് നീക്കി കൊടുത്താൽ പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചോറ് സെറ്റാവും. പിന്നെ നമുക്ക് നേരെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് ആക്കാം. എന്തായാലും തോരനോട് അടച്ച് വെക്കാണ്ട് നമുക്ക്
തേങ്ങ ചുരുവാനുണ്ട്. അതിന് ശേഷം നമുക്ക് തോര വെക്കാനുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ആവണിക്കുട്ടി നീച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ വന്നിട്ട് നേരെ ഓടി കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ആവണിക്കുട്ടി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് കൊടുത്തേ, എല്ലാവർക്കും ഹായ് കൊടുത്തേ. ഹായ് പറ. ഹായ്. തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ഞങ്ങൾക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നം കാണുന്ന രീതിയിലാണ് ആവണിക്കുട്ടി വന്നിരിക്കുന്നത്. പല്ലേച്ചോ സുത്തു? പല്ലേച്ചു എന്ന് പറയാം. പല്ലേച്ചു എന്ന് പറയാം. അച്ഛമ്മ പല്ലേച്ചു എന്ന് പറയാം. എന്തായാലും നമ്മൾ ഇത്രയും നേരം നമ്മുടെ അടുപ്പിൽ ചൂട്ടിലായിരുന്നു നമുക്ക് ആ ഒരു തണുപ്പ് അത്രയും അറിഞ്ഞില്ല കേട്ടോ. കാരണം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ചൂട് കിട്ടും. പക്ഷേ ഇത് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരു തണുപ്പ് നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ടൊന്ന് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വെയിലങ്ങനെ ചൂടോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കാരണം കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെയിലൊരു ചൂടൊക്കെ തുടങ്ങാൻ വേണ്ടി. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ. ഇപ്പോൾ നട്ടുച്ചയ്ക്കൊക്കെ നല്ല അടിപൊളി വെയിൽ, നല്ല വെയിലായിട്ട്. അപ്പോൾ നമുക്ക് തണുപ്പ് എത്രത്തോളം ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് വെയിലും കിട്ടാറുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ ഇതാ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കയ്യൊക്കെ നല്ല ഐസ് പോലെയായിട്ട് പുറത്തിറങ്ങിയപ്പോൾ കുറച്ചുകൂടി നല്ല തണുപ്പായിട്ടുണ്ടേ. അപ്പോൾ നോക്കി രാവിലേക്ക് നമ്മുടെ ഗാർഡനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. നല്ല പട്ടിൻ്റെ കളറായിട്ട് നോക്കി നമ്മുടെ വള്ളി റോസ് ആട്ടെ നമ്മൾ കയറ്റി വിട്ടിട്ടുള്ളത് നമ്മുടെ കൗങ്ങിലേക്കാണോ. നന്നായിട്ട് ഇങ്ങനെ ചുറ്റിപ്പടർന്ന് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഒരുപാട് പൊട്ടും പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഈ അടുത്ത് തന്നെ നമ്മളൊരു പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ചുമന്ന റോസയുടെ ഇടയിൽ നോക്കി നമ്മുടെ വൈറ്റ് കളറിൽ വിരിഞ്ഞ് നിൽക്കുന്ന ആശാനാട്ടോ നമ്മുടെ ശംഖുപുഷ്പമാണേ. ഇതിങ്ങനെ കുറേ ഉണ്ട്. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ചുറ്റും കുറേ ഉണ്ട്. അതേപോലെ തന്നെ ഇതാ ഈ ഒരു സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് ഇതിന് പുതിയ സീഡ് ഉൽപ്പാദിപ്പിച്ചിട്ട് അതിൽ നമുക്ക് കുറേ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. കുറേ ഉണ്ട് കേട്ടോ. ഉണങ്ങിയിട്ടില്ല, ഉണങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ പറിച്ച് നടാറാണ്. എന്നാലും ഉണങ്ങാനുണ്ടോ? ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറേ കിട്ടാവും. എനിക്ക് സൂര്യൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് എൻ്റെ തലയ്ക്ക് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ദൂരത്തിൻ്റെ ആ ഒരു പൂക്കളിലൊക്കെ നന്നായിട്ട് മഞ്ഞുള്ളി ഇങ്ങനെ ചുറ്റി വീണ്ടെടുക്കാൻ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിങ്ങനെ പിടിക്കുമ്പോൾ നല്ല തണുപ്പ് കൂടി ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഗാർഡനിലൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷം തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ നല്ല ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. കാരണം നമ്മുടെ മെലസ്റ്റോമ എഴുതാൻ തന്നെ അറിയാം. കാരണം അതിൽ പൂക്കൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ മുട്ടുമുണ്ട്. പൂവിൻ്റെ ഒപ്പത്തിനൊപ്പാട്ടം മുട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മുട്ടൊക്കെ നോക്കിയിട്ട് കുറേ ഒരു നാളത്തേന് വിരിയാൻ വേണ്ടി. ഞാൻ താഴെ ആയിരുന്നു ഇന്നലെയും കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുള്ള പൂക്കളൊക്കെ ഇതാ കുറച്ച് കൊഴിഞ്ഞ് വീണതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. എന്നാലും ഒരു അടിപൊളിയായിട്ട് നിൽക്കുക കേട്ടോ മൊത്തത്തിൽ. അതേപോലെ തന്നെ ഗൈസ് ഇപ്പോൾ ഞാൻ നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തണുത്ത് വരയ്ക്കുന്നൊരു മോർണിംഗിൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഏണിങ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ കൂടെ തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെ കട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ചേച്ചി എന്ത് പറ്റി എന്താ വീഡിയോ ഇടാത്തത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി അത്രയും കട്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും അവർ തന്ന ഒരുപാട് സപ്പോർട്ട് സ്നേഹം കൊണ്ടൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഏണിങ്സ് നമ്മുടെ കയ്യിൽ കിട്ടാൻ കാരണം. എന്തായാലും അതിന് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അപ്പോൾ എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നാലും കഷ്ടപ്പാടിൻ്റെ കഥയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സന്തോഷം ഇല്ലാതാക്കുന്നില്ല. എന്നാലും ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളോട് എല്ലാവരോടും എടുത്തോ ഒത്തിരി സന്തോഷം. അത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടത്. എന്തായാലും കട്ടയ്ക്ക് എല്ലാവരും കൂടെ ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ചായ കുടിക്കുക കേട്ടോ. എന്താ കഴിക്കുന്നേ? ചായക്ക് എന്താ കടി? സംഭവം ആൾക്ക് പല കറിയിലേക്ക് ആളിതാ കാണിച്ചു തരുന്നുണ്ട്. ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കട്ടൻ ചായ ഉണ്ണിയപ്പം കഴിക്കുകയാണ് നമ്മുടെ ആവണിക്കുട്ടി. എന്തായാലും ചായ വേണമെന്ന് ചോദിച്ചേ ഗൈസിന്. ചായ കുടിച്ചോ ചോദിക്കി കുടിച്ചോ. കാണുന്ന കുറേ കൂട്ടുകാർക്ക് നമ്മുടെ ഗാർഡൻ വീഡിയോസും അതേപോലെ തന്നെ നമ്മുടെ കൃഷി വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സുകൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് നമ്മുടെ ഏലത്തിൽ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ആട്ടോ. സ്പ്രിംഗ്ലർ നന്നായിട്ട് അടിക്കുന്നത്. പിന്നെ നമുക്ക് സ്പ്രിംഗ്ലർ ഒന്ന് മാറ്റി കൊടുക്കാനുള്ള ടൈം ആയിരുന്നു. ഇന്നലെ വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് പോയി മാറ്റാം. ഇതാണ് നമ്മുടെ മെയിൻ ഹോസ്. അപ്പോൾ ഇതാണ് ഈ ഒരു വെള്ളം വരുന്ന ഹോസ്. ഇത് നമ്മുടെ സ്പ്രിംഗ്ലറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഹോസൊക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ജോയിൻ്റ് നന്നായിട്ട് കിട്ടുമ്പോൾ നമ്മൾ സ്പ്രിംഗ്ലർ അടിക്കുന്നു. അതിന് നമുക്ക് മാറ്റി കിട്ടാം കേട്ടോ. എനിക്ക് നല്ല ഫോഴ്സിലായിട്ട് വെള്ളം വരുന്നത്. അതേപോലെ തന്നെ വെള്ളം നല്ല തണുപ്പാണ്. മൊത്തത്തിൽ ഇപ്പോൾ പ്രകൃതി നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു രാവിലെ നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ മാറ്റാൻ വേണ്ടി പറമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുല്ലൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കുന്നത്. കൂടുതൽ ആ വെള്ളത്തിൽ തൊടുമ്പോൾ ഐസിൽ തൊടുന്ന അവസ്ഥ കേട്ടോ. അപ്പോൾ കുറേ നേരം പുറത്ത് നിന്നിട്ട് നമുക്ക് ആ ഒരു തണുപ്പായിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആയിട്ടോ.
അതാ ഒരു സ്പ്രിംഗ്ലറാട്ടോ നമുക്ക് മാറ്റാണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള ഏലങ്ങളൊക്കെ നമ്മൾ ഈ വർഷം വെച്ച് കൊടുക്കുന്ന ഏലാട്ടോ. അധികം ആയിട്ടില്ലാട്ടോ, ഒരുപാട് മാസങ്ങൾ പോലും ആയിട്ടില്ലാട്ടോ, കുറച്ചേ ആയിട്ടുള്ളൂ. പിന്നെ നല്ല ഉഷാറായിട്ട് കയറി വരുന്നത് നോക്കി പുതിയ പുതിയ മുളയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അടിയിലൊക്കെ നന്നായിട്ട് ചപ്പിട്ട് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചുവട്ടിലേക്ക് നനയും കൂടി, അതായത് നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ. ഇപ്പോൾ വെയിൽ വന്നാൽ കൂടി ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിന് ഇപ്പോൾ വെക്കില്ല കേട്ടോ, കാരണം ഇത് നമ്മൾ മാറ്റി മാറ്റി കൊണ്ട് വെക്കാറാണ്. അതായത് നനയെത്താത്ത ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇത് ചെറുതാട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ഇവിടെ വലുതും ചെറുതായിട്ട് മിക്സ് ആയിട്ടാട്ടോ വെക്കാറുള്ളത്. അപ്പോൾ വലുത് മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ വലുത് നല്ല ഹൈറ്റിലല്ലേ കറങ്ങും. അപ്പോൾ വലുത് മാത്രമായിട്ട് വെക്കുമ്പോൾ നല്ല ഹൈറ്റിലൂടെ കറങ്ങുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് നനയ എത്തില്ല കേട്ടോ. ചിലപ്പോൾ സൈഡ് ഭാഗങ്ങളൊക്കെ കുറച്ച് നനയാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നനയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോലെ ചെറിയൊരു സ്പീഡ് എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ നനയും. ഇതാണ് നമ്മൾ സ്പ്രിംഗ്ലർ മാറ്റി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സ്പ്രിംഗ്ലർ അടിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എല്ലാവരും നനഞ്ഞു കൂടി കിട്ടുമല്ലോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും കൂടി നനഞ്ഞ് കുളിപ്പിക്കാം. സ്പ്രിംഗ്ലറെല്ലാം നമ്മൾ മാറ്റി വെച്ച് വീട്ടിൽ പോയി കട്ടി ബക്കറ്റ് അതുപോലെ തന്നെ നമുക്ക് ചാക്കൊക്കെ വേണ്ട. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇന്ന് പണിക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കാടുവെട്ടിലും അതേപോലെ തന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം നന്നായിട്ട് തെളിഞ്ഞിപ്പോൾ ഒരു പുല്ല് പോലും നമുക്ക് നേരെ കാണാൻ പറ്റില്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് കിടക്കും. അപ്പോൾ അതിന് കാരണം പറഞ്ഞാൽ നന്നായിട്ട് കാടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പകുതിയോളം കാടുണ്ടായിരുന്നു. അപ്പോൾ കാട് നമ്മൾ മിഷ്യൻ കാട് വെട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ കാട് വരും കേട്ടോ. പിന്നെ മിഷ്യൻ കാട് വെട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറേ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി വരും. അതൊരു വലിയൊരു ഗുണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ തുമ്പിക്കിനെ ചെത്തി ഫുള്ള് നമ്മുടെ തൈക്കൂടികൾ ഇപ്പോൾ വെച്ചിട്ടുള്ള തൈക്കൂടിയുടെ ചോട്ടിക്കൂടി അതേപോലെ നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ ചോട്ടിക്കൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ തൈക്കൂടികൾ. നോക്കി ഇതിലിതാ ചെറിയൊരു മുളയൊക്കെ വന്നിട്ടുള്ളതാ ഒരു ഇലയൊക്കെ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ ചപ്പിട്ട് കൊടുത്ത് നമ്മൾ നനയും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ അടുത്ത് വെച്ച് കൊടുത്തുള്ള ഏലങ്ങൾ അടപ്പടാം. ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ഇപ്രാവശ്യം വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊന്നും ആയിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ഏലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം വെച്ചിട്ടുള്ള ഏലങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ പോയ ഭാഗങ്ങളൊക്കെ കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിട്ട് അതുപോലെ കൊടിയൊക്കെ വെച്ച് കൊടുത്ത് കൊടി പോയ സ്ഥലങ്ങളൊക്കെ കുറച്ച് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാപ്പുള്ള ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ രീതിയിലാണ് ഇപ്രാവശ്യം ഫുള്ള് നമ്മൾ ഏലങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നനയ്ക്കുന്നുണ്ട്. കൊണ്ട് ഈ ഒരു ചില്ല് നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ കമ്പൊക്കെ കെട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു കമ്പിൻ്റെ ബലത്തിൽ എത്ര കാറ്റടിച്ചപ്പോൾ നമുക്ക് പൊതുവെ ഈ ഒരു ഏരിയ നല്ല കാറ്റുള്ള ഏരിയ കൂടിയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ്, എങ്കിലും എത്ര ചുറ്റും കൊടുത്തതിന് വേനൽക്കാലം ആയപ്പോൾ നമുക്ക് നല്ലൊരു തണുത്ത കാറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ കാറ്റടിച്ചാലും നമുക്ക് ഇതുപോലെ കമ്പൊക്കെ കെട്ടിക്കൊടുക്കുമ്പോൾ ആ ഒരു ഇത് നല്ല രീതിയിൽ തന്നെ വേര് സെറ്റായിട്ട് മണ്ണിൽ നല്ല ഹെൽത്തിയായി വളരുന്ന ആ ഒരു ടൈം വരെ ഈ ഒരു കമ്പ് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ഏത് കാറ്റിലും ഇങ്ങനെ താഴെ വീഴാതെ സെറ്റായിട്ട് തന്നെ വളരും കേട്ടോ. അതേപോലെ തന്നെ താഴെ നോക്കിയാൽ കുറേ ചിമ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. ചെറുതും വലുതായിട്ട് ഇങ്ങനെ പല സ്റ്റേജിലെത്തിയിട്ടുള്ള ചിമ്പുകളുണ്ട്. എന്തായാലും കാടൊക്കെ ഫുള്ള് ക്ലീൻ ആയതുകൊണ്ട് നമുക്ക് നടക്കാനാണെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം കണ്ടത് നമ്മുടെ പുതിയൊരു വെറൈറ്റി ഇനം കുരുമുളക് കേട്ടോ. നമ്മുടെ വിജയ് പേപ്പറാണ്. എന്തോന്ന് ഒരു വർഷമായിട്ടുള്ളൂ നമ്മൾ നട്ടു കൊടുത്തിട്ട്. ഇപ്പോൾ ഒരു വർഷമായപ്പോഴത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറിയിട്ട് നന്നായിട്ട് ചുറ്റിപ്പടന്ന് ആ ഒരു വർഷം കൊണ്ട് സെറ്റാവേണ്ട ആ രീതിയിൽ തന്നെ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നോക്കി നല്ല രീതിയിൽ തിരിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടോ. തിരി ആയാലും വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നീളമുള്ള തിരി തന്നെയാണ്. അപ്പോൾ ഈ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇപ്പോൾ ഏത് ഇനം ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഒരു വിജയ് പേപ്പർ മസ്റ്റായിട്ട് നിങ്ങളുടെ പറമ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു അടിപൊളി ഇനം തന്നെയാണ്. കാരണം വിജയ് പേപ്പർ ഇപ്പോൾ ഒരു വർഷം കൊണ്ടാണിപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ കുറച്ചുണ്ട്, കുറച്ച് ചൂടുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതായത് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ കൃഷിയെ സ്നേഹിക്കുന്നവരാണ്, അതുപോലെ തന്നെ എന്ത് കുരുമുളകിൻ്റെ തൈ നടുന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒരു സംശയമില്ലാതെ അടിപൊളിയായിട്ട് നടാൻ വേണ്ടി പറ്റിയൊരു അടിപൊളി ഇനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഇല കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കാരണമായിട്ട് നമ്മൾ കേടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുരിശുങ്ങുമായി കലക്കി നമ്മൾ നല്ല സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് അത്യാവശ്യം നന്നായിട്ട് കുളിപ്പിച്ചിട്ടാട്ടോ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി നല്ല ഉഷാറായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എപ്പോഴും കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതല്ലോ. പുതിയ മുളകൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കളർക്ക് വെള്ളത്തിൽ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ താഴേക്ക് തൂങ്ങാൻ അനുവദിക്കരുത്. അപ്പോൾ അതിങ്ങനെ ചുറ്റി ഇതേപോലെ നമ്മളിപ്പോൾ ഇത് ചൂടിക്കാർ കൊണ്ടാട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ചകിരിക്കാരുണ്ട്, ചകിരി വെച്ചിട്ടുള്ള ചൂടിക്കാർ. അപ്പോൾ അത് വെച്ച് കിട്ടുവാണെങ്കിൽ ചെടിക്കും ഡാമേജ് ഇല്ലാതെ പോയിട്ട് നമ്മൾ കിട്ടുന്ന ഒരു കമ്പിനായാലും ഡാമേജ് ഇല്ലാതെ, അതായത് ഇതിപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു തടി വണ്ണം വെക്കുന്നതനുസരിച്ച് അത് തന്നെ പൊട്ടിപ്പോയിക്കോളും. അപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു വള്ളിയിലൊക്കെ വേരൊക്കെ വന്ന് ഇതിലേക്ക് ചുറ്റി പടർന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് വന്നോളൂ. അപ്പോൾ അതുപോലെ നമ്മൾ വരുന്നതിനനുസരിച്ച് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് നമുക്ക് കെട്ടാനൊന്നും ഇല്ല കേട്ടോ, ഇതിലെല്ലാം സെറ്റായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടത്തുന്നത് പറമ്പിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴെ വന്നതും അതേപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് വന്നതും മെയിനായിട്ട് ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതെല്ലാം പാടെ ഈ ഒറ്റ വീഡിയോ ആയിട്ട് കയറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് ലാഗ് ആയി പോകും. ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അധികം വൈകാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടൊക്കെ കൂടി നിൽക്കാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നാലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ